ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. വികസന നേട്ടങ്ങൾ വിവേചനരഹിതമായി എല്ലാവർക്കും ലഭിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിലെ പരമോന്നത സൈനിക ബഹുമതിയായ ലീജിയൻ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. നെല്ല് സംഭരണത്തിലൂടെ രാജ്യത്തെ 48,96,000 കർഷകർക്ക് നേട്ടം. സിസ്റ്റർ അഭയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് CBI കോടതി. വിധി പ്രസ്താവം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനത്തിന് തുടക്കമായി. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 95.65%. വാർത്തകൾ വിശദമായി. ഇന്ത്യ വികസനത്തിന്റെ പാതയിലാണെന്നും വികസന നേട്ടങ്ങൾ വിവേചനരഹിതമായി എല്ലാവർക്കും ലഭിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അലിഗഡ് മുസ്ലിം സർവകലാശാലയിലെ ശതാബ്ദി ആഘോഷം വെർച്വലായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ പൌരന്മാർക്ക് ഭരണഘടന ഉറപ്പാക്കുന്ന എല്ലാ അവകാശങ്ങളും മികച്ച ഭാവിയും സർക്കാർ ഉറപ്പാക്കും. മതത്തിന്റെ പേരിൽ ആർക്കും അവസരങ്ങൾ നിഷേധിക്കപ്പെടില്ല. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം എന്നതിലൂടെ ഓരോരുത്തർക്കും അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള അവസരം കിട്ടുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. കഴിഞ്ഞ നൂറ്റാണ്ടിനിടെ രാജ്യത്തെ നിരവധി വിദ്യാർത്ഥികൾക്ക് മികച്ച ജീവിതവും ചിന്തകളുമാണ് അലിഗഡ് സർവകലാശാല സംഭാവന ചെയ്തതെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷത്തെ ഇന്ത്യ അന്താരാഷ്ട്ര ശാസ്ത്രമേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 നടക്കുന്ന ചടങ്ങിൽ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി രാജ്യത്തെ ശാസ്ത്ര സമൂഹത്തെ അഭിസംബോധന ചെയ്യും. വിശദവിവരങ്ങളുമായി കൃഷ്ണ. ലോകത്തിന് ഇന്ത്യയുടെ സംഭാവനയായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജനോടുള്ള ബഹുമാന സൂചകമായാണ് അദ്ദേഹത്തിന്റെ ജന്മദിനമായ ഇന്ന് ശാസ്ത്രോത്സവം തുടങ്ങുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനമായ ഡിസംബർ 25-ന് മേള അവസാനിക്കും. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക മന്ത്രാലയം, ബയോടെക്നോളജി വകുപ്പ്, സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് കൌൺസിൽ എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക ഭൌമശാസ്ത്ര വകുപ്പ് മന്ത്രി ഹർഷവർദ്ധനും ചടങ്ങിനെ അഭിസംബോധന ചെയ്യും. ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ശാസ്ത്രം, സാങ്കേതികത, എഞ്ചിനീയറിംഗ്, ഗണിതശാസ്ത്രം എന്നിവ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതും പരിപാടിയുടെ ലക്ഷ്യമാണെന്ന് CSIR ഡയറക്ടർ ജനറലും പരിപാടിയുടെ സംഘാടകനുമായ ഡോക്ടർ ശേഖർ C. മാണ്ഡെ പറഞ്ഞു. ശാസ്ത്രം സ്വാശ്രയ ഇന്ത്യക്കും ആഗോള ക്ഷേമത്തിനും എന്നതാണ് ഈ വർഷത്തെ മേളയുടെ ആപ്തവാക്യം. ശാസ്ത്ര സാങ്കേതിക ഭൌമ മന്ത്രാലയവും വിജ്ഞാന ഭാരതിയും ചേർന്നാണ് ദേശീയ ശാസ്ത്രോത്സവം എന്ന ആശയം രൂപപ്പെടുത്തിയത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രമുഖ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡു ആദരമർപ്പിച്ചു. ഗണിതശാസ്ത്ര രംഗത്തെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ എക്കാലത്തും ഓർമ്മിപ്പിക്കപ്പെടുമെന്ന് ശ്രീ നായിഡു ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കറും രാമാനുജന് ആദരാഞ്ജലി അർപ്പിച്ചു. താങ്ങുവില അടിസ്ഥാനമാക്കിയുള്ള കേന്ദ്ര സർക്കാരിന്റെ നെല്ല് സംഭരണത്തിലൂടെ 48,96,000 കർഷകർക്ക് നേട്ടം. 78,423 കോടി രൂപയാണ് ഈ ഇനത്തിൽ കർഷകർക്ക് കൈമാറിയത്. കേരളം ഉൾപ്പെടെയുള്ള 14 സംസ്ഥാനങ്ങൾക്കും ഇതിന്റെ പ്രയോജനം ലഭിച്ചു. ഇക്കഴിഞ്ഞ മാസം 30 വരെയുള്ള കണക്കനുസരിച്ച് 415 ലക്ഷം ടൺ നെല്ലാണ് ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് സംഭരിച്ചത്. ഇന്ത്യ അമേരിക്ക ബന്ധം ശക്തമാക്കുന്നതിന് സ്വീകരിച്ച നടപടി കണക്കിലെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അമേരിക്കൻ പരമോന്നത സൈനിക ബഹുമതിയായ ലീജിയൻ ഓഫ് മെറിറ്റ് സമ്മാനിച്ചു. പ്രധാനമന്ത്രിക്ക് വേണ്ടി ഇന്ത്യൻ അംബാസഡർ തരൺജിത് സിംഗ് സന്ധു US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയാനിൽ നിന്ന് ബഹുമതി ഏറ്റുവാങ്ങി. അമേരിക്കയിലെ ഏറ്റവും വലിയ സൈനിക ബഹുമതിയായ ലീജിയൻ ഓഫ് മെറിറ്റ് വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രതലവന്മാർക്കാണ് നൽകി വരുന്നത്. രാജ്യത്ത് മൃഗസംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്നവരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയിലെ പുള്ളിപ്പുലികളുടെ എണ്ണം വർദ്ധിച്ചതായി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. മൃഗങ്ങൾക്ക് സുരക്ഷിതമായ ആവാസ വ്യവസ്ഥ ഉറപ്പാക്കാനുള്ള ശ്രമങ്ങൾ തുടരണമെന്നും പ്രധാനമന്ത്രി ട്വിറ്ററിലൂടെ അഭ്യർത്ഥിച്ചു. പുതിയ കണക്കുപ്രകാരം രാജ്യത്ത് 12,852 പുള്ളിപ്പുലികളാണുള്ളത്. സിസ്റ്റർ അഭയ കൊലക്കേസിൽ പ്രതികളായ ഫാദർ തോമസ് M. കോട്ടൂർ, സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണെന്ന് CBI പ്രത്യേക കോടതി വിധിച്ചു. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ 28 വർഷത്തിന് ശേഷമാണ് വിധി പ്രസ്താവിച്ചത്. കേസിൽ കൊലക്കുറ്റം തെളിഞ്ഞതായി CBI കോടതി കണ്ടെത്തി. കേസിലെ ശിക്ഷാവിധി നാളെ പ്രസ്താവിക്കും. സിസ്റ്റർ അഭയ കൊലക്കേസിൽ 1 വർഷത്തിലേറെ നീണ്ട വിചാരണ ഡിസംബർ 10-നാണ് പൂർത്തിയായത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനത്തിന് ഇന്ന് കൊല്ലം ജില്ലയിൽ തുടക്കമായി. ജില്ലയിലെ
ക്ഷണിക്കപ്പെട്ടിട്ടുള്ള വിവിധ സാംസ്കാരിക സാമൂഹിക പ്രമുഖരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഉച്ചയ്ക്ക് ശേഷം പത്തനംതിട്ട ജില്ലയിലാണ് മുഖ്യമന്ത്രിയുടെ പര്യടനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075-ലും ദിശയുടെ 1056-ലും ബന്ധപ്പെടാം. രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് 95.65%-ലെത്തി. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 30,000 രോഗികളാണ് കോവിഡ് മുക്തരായത്. ഇന്നലെ 20,000-ത്തോളം പുതിയ കോവിഡ് കേസുകളാണ് സ്ഥിരീകരിച്ചത്. നിലവിൽ 2,92,000 പേർ മാത്രമാണ് രാജ്യത്ത് ചികിത്സയിലുള്ളത്. 1.45% രാജ്യത്തെ മരണനിരക്ക്. കേരളത്തിൽ കോവിഡ് മരണം 2,843 ഇന്നലെ സ്ഥിരീകരിച്ച 27 മരണം ഉൾപ്പെടെയാണിത്. 3,423 പേർക്കാണ് തിങ്കളാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. നിലവിൽ സംസ്ഥാനത്ത് 9.82% രോഗസ്ഥിരീകരണ നിരക്ക്. ഇനി 60,504 പേരാണ് ചികിത്സയിലുള്ളത്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,77,00,000 കടന്നു. ഇതിൽ 5,46,00,000-ത്തോളം പേർ രോഗമുക്തി നേടി. 17 ലക്ഷം പേരാണ് രോഗബാധയെ തുടർന്ന് മരിച്ചത്. ബ്രിട്ടനിൽ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കർണാടകയിൽ സാങ്കേതിക ഉപദേശക സമിതി യോഗം വിളിച്ചു ചേർത്തു. കർണാടക ആരോഗ്യമന്ത്രി കെ സുധാകരന്റെ നേതൃത്വത്തിൽ ബംഗളൂരുവിലായിരുന്നു യോഗം. മുൻകരുതൽ നടപടി എന്ന നിലയിൽ UK, നെതർലാൻഡ്സ്, ഡെൻമാർക്ക് എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാർക്ക് RT-PCR പരിശോധനയും ക്വാറന്റൈനും നിർബന്ധമാക്കിയതായി ആരോഗ്യമന്ത്രി അറിയിച്ചു. കൊറോണ വൈറസിനെതിരായ പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള തയ്യാറെടുപ്പുകൾ ബ്രിഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ ത്വരിതപ്പെടുത്തി. അംഗങ്ങൾക്കുള്ള പരിശീലനത്തിലെ ആദ്യഘട്ടം അടുത്ത മാസം ആദ്യവാരത്തോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷ. ജമ്മുകശ്മീരിൽ വീണ്ടും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണം. പൂഞ്ച് ജില്ലയിലെ മാൻകോട്ട് സെക്ടറിൽ ഇന്ന് രാവിലെ 9 മണിയോടെയാണ് ആക്രമണം ഉണ്ടായത്. ഇന്ത്യൻ സൈന്യവും ശക്തമായി തിരിച്ചടിച്ചു. ഇന്നലെ രാത്രി ബലാക്കോട്ട് മേഖലയിലും പാകിസ്ഥാന്റെ ആക്രമണമുണ്ടായി. പാകിസ്ഥാനിലെ സർക്കാരിന്റെയും സേനയുടെയും അതിക്രമങ്ങൾക്കെതിരായി പോരാടിയ സാമൂഹ്യ പ്രവർത്തക കരിമ ബലൂച്ച് മരിച്ച നിലയിൽ. കാനഡ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന അവരെ ടൊറന്റോയിലാണ് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. ഞായറാഴ്ച മുതൽ കരിമയെ കാണാനില്ലെന്ന് ടൊറന്റോ പോലീസ് അറിയിച്ചിരുന്നു. പ്രവാസി ഭാരതീയ ദിവസിന് മുന്നോടിയായി വിദേശകാര്യ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന വെർച്വൽ സമ്മേളനം ഇന്ന് നടക്കും. മന്ത്രാലയം സംഘടിപ്പിക്കുന്ന 5 പ്രധാന പരിപാടികളിലൊന്നാണ് ഇന്ന് നടക്കുന്നത്. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കും. ഉത്തർപ്രദേശിലെ ആഗ്ര ജില്ലയിൽ ട്രക്കുമായി കൂട്ടിയിടിച്ച് തീപിടിച്ച കാറിലെ 5 യാത്രക്കാർക്ക് ദാരുണാന്ത്യം. യമുന എക്സ്പ്രസ് ഹൈവേയിലെ കണ്ടൌലിയിൽ ഇന്ന് രാവിലെയാണ് അപകടം. നിയന്ത്രണം വിട്ടുവന്ന ട്രക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ചരക്കു സേവന നികുതിയുടെ നഷ്ടപരിഹാര വിഹിതമായി 6,000 കോടി രൂപ കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് കൈമാറി. 23 സംസ്ഥാനങ്ങൾക്കായി 5,516 കോടി രൂപയും 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കായി 483 കോടി രൂപയും അനുവദിച്ചു. അരുണാചൽ പ്രദേശ്, മണിപ്പൂർ, മിസോറാം, നാഗാലാന്റ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങൾക്ക് GST നഷ്ടമില്ല. കർണാടകയിൽ 26,659 കോടി രൂപയുടെ 5 വികസന പദ്ധതികൾക്ക് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള ഉന്നതതല സമിതി അംഗീകാരം നൽകി. ഇന്നലെ ബംഗളൂരുവിൽ നടന്ന സമിതിയുടെ 55ാമത് യോഗത്തിലാണ് തീരുമാനം. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന നേട്ടങ്ങൾ വിവേചനരഹിതമായി എല്ലാവർക്കും ലഭിക്കുമെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അമേരിക്കയിലെ പരമോന്നത സൈനിക ബഹുമതിയായ ലീജിയൻ ഓഫ് മെറിറ്റ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. നെല്ല് സംഭരണത്തിലൂടെ രാജ്യത്തെ 48,96,000 കർഷകർക്ക് നേട്ടം. സിസ്റ്റർ അഭയ കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന CBI കോടതി. വിധി പ്രസ്താവം നാളെ. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കേരള പര്യടനത്തിന് തുടക്കമായി. രാജ്യത്ത് കോവിഡ് മുക്തിനിരക്ക് 95.65%-ലെത്തി. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകൾക്കും വാർത്താധിഷ്ഠിത പരിപാടികൾക്കും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.